ഗുഡ് മോർണിംഗ്. നമ്മൾ 1ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൻ്റെ 3ാമത്തെ ഭാഗമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെ മുന്നുള്ള 2 വീഡിയോസും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് ഇത് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആക്ടിവിറ്റികളൊക്കെ ഓറിയൻറ്റഡ്, അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ടീച്ചിങ് നോട്ടിൽ പഠിച്ചിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് ഇടുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ് വേണം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കേട്ടോ. ഇനി നമ്മൾ പാഠത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ 1ാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ഹോം ഹോം ടു ടു. അപ്പം നമ്മൾ ഇതിൽ ആദ്യം എന്താ പഠിച്ചത്? ഏത് വെഹിക്കിൾസാണ് ആദ്യം പഠിച്ചത്? പാഠത്തിൽ ആദ്യം എന്തായിരുന്നു കണ്ടിരുന്നത്? ബസ് അല്ലേ? അപ്പം നമ്മൾ ആദ്യം ഒരു ബസ്സാണ് കണ്ടത്. വാട്ട്സ് ദ കളർ ഓഫ് ദ ബസ്? ബസ്സിൻ്റെ കളർ എന്തായിരുന്നു? കളർ ബ്ലൂ. ദിസ് ഈസ് എ ബ്ലൂ എന്നല്ല കേട്ടോ പറയാ. ഇത് കളറ് എന്തായിരുന്നു? ദ ബസ് ഈസ് ബ്ലൂ കളറായിരുന്നു അല്ലേ ബസ്സിൻ്റെ കളർ? എ ബ്ലൂ ബസ് അല്ലേ? നമ്മൾ അങ്ങനെയല്ല പഠിച്ചത്. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്, ദ ബ്ലൂ ബസ് ഈസ് ബിഗ് പഠിച്ചു. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ എന്തായിരുന്നു? കളറും പഠിച്ചു. പിന്നെ നമ്മളെന്ത് പഠിച്ചു? ബസ് നമ്മൾ പേജ് നമ്പർ 10ാമത്തെ പേജിൽ എന്ത് പഠിച്ചു? ബസ് പോകുമ്പോൾ ബസ് എങ്ങനെയാ പറഞ്ഞ? ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോം ബസ്. അനന്ത ബസ് ഈസ് ഓൺ ദ റോഡ്. നമ്മൾ ആ ഒരു പേജിൽ അത്രയാണ് പഠിച്ചത്. ബസ് ഏതിലെയാണ് പോകുന്നത്? ഓൺ ദ റോഡ്, റോഡിലൂടെയാണ് പോകുന്നത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് കൂട്ടുകാർ പേജ് നമ്പർ 11 എടുക്കട്ടോ. പേജ് നമ്പർ 11. ടേക്ക് ദ പേജ് നമ്പർ 11. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ലുക്ക് അറ്റ് ദ പിക്ചർ. ആ പിക്ചറിൽ നോക്കൂ, എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു കാറ്. വൺ കാറുണ്ട്. നെക്സ്റ്റ് പിന്നെ എന്താ കണ്ടു? പിന്നെ എന്തൊക്കെ ചിത്രത്തിൽ കാണുന്നുണ്ട്? പൂക്കളും. ട്രീസ് ഉണ്ട്. പിന്നെ ഹെന്നിനെ കണ്ടു. പിന്നെയോ? റോഡ്. റോഡ് ഉണ്ട് അല്ലേ? റോഡും കണ്ടു. ഒരു ഇതിൽ നോക്കുന്നൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇനി ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഉത്തരം പറയാം കേട്ടോ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? റെഡ് ആണല്ലേ? അപ്പോൾ റോഡിലൂടെ എന്താണ് പോകുന്നത്? എന്തായാലും കാറ്. കളർ എന്തായിരുന്നു? റെഡ്. അപ്പോൾ ഈ കാറ് പറയാണ്, കാർ എന്താന്ന് പറയുന്നുണ്ട്, അത് പോകുന്നത് എന്താന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് പറയുന്നതെന്ന് വായിച്ച് നോക്കിയേ. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് അക്ഷരം എന്താ? ഐ. പിന്നെയോ? എ എം. അത് കൂട്ടി നമ്മൾ ആം എന്ന് വായിക്കും. ഐ ആം എ ബസ്സോ? ഐ ആം എ കാർ. ഐ ആം എ കാർ. അപ്പോൾ കാർ എങ്ങനെയാണ് പറയുന്നത്? ഞാൻ കാറാണ് എന്ന് പറയണ. കാറ് റോട്ടിലൂടെ പോകുമ്പോൾ കൂട്ടുകാരോട് പറയാണ്, കാറിൻ്റെ പേര് പറയാണ്. ഐ ആം എ കാർ. എങ്ങനെയാ പറയുന്നേ? പറ ഒന്നും കൂടെ പറ. ഐ ആം എ കാർ. ഇവിടെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ, 1ാം ക്ലാസ്സിൽ. അവനെ കൊണ്ട് പറയിപ്പിക്കണം. അതുപോലെ അവൻ പറയുമ്പോൾ നിങ്ങൾക്കറിയുന്നത് നിങ്ങളും പറയണം. റെഡിയല്ലേ? ഐ ആം എ കാർ. പിന്നെന്താണ്? ഐ ആം എ കാർ. കാർ എങ്ങനെയാ പറയുന്നത്? ഐ ആം എ കാർ, ഐ ആം എ കാർ, ടു കാർ. ഐ ആം എ കാർ, ഐ ആം എ കാർ, ഐ ആം എ കാർ, ടു കാർ. അങ്ങനെ കൂട്ടുകാരെല്ലാവരും പറയാൻ പഠിച്ചല്ലോ അല്ലേ? ആ പേജിലൊന്ന് വായിക്കാൻ ഒന്നും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. ഒന്ന് വായിച്ചേ. ഐ ആം എ കാർ, ഐ ആം എ കാർ, ടു കാർ. വെരി ഗുഡ്. ദ കാർ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? റെഡ്. അപ്പം നമ്മൾ താഴെ പറയണ കാറ് പറഞ്ഞു. എന്താണ്? ഞാൻ കാറാകുന്നു, അപ്പോൾ ഓണടിച്ചിട്ട് പോവുകയാണ്. ടു കാറാണ് ഞാനെന്ന് പറയുന്നു. അപ്പം നമ്മളെങ്ങനെയാണ് പറയേണ്ടത്? അപ്പോൾ കാറ് റോട്ടിലൂടെ നമ്മൾ കാണുമ്പോൾ എന്താണ്? ഒരു കാറ് റോട്ടിലൂടെ പോകുന്നുണ്ട്.
അപ്പം നമ്മൾ ഒരു ചുവപ്പ് കാറ്, ചുവന്ന കാറ് എന്താണ് റോഡിലൂടെ പോകുന്നുണ്ടോ എന്ന് എങ്ങനെ പറയണം? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. എങ്ങനെയാ പറയാ? ആദ്യം എന്താണ് പോകുന്നത്? എന്താണ് റോഡിലൂടെ പോകുന്നത്? കാറിന്റെ കളർ എന്തായിരുന്നു? റെഡ്. അപ്പം നമ്മൾ എന്തായാലും ചുവന്ന കാർ എന്ന് എങ്ങനെ പറയും? അപ്പം എന്താണ് റോഡിലൂടെ പോകുന്നത്? റെഡ് കാർ. അപ്പം നമ്മളെങ്ങനെ പറയണം? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. എങ്ങനെയാ പറയും? ഒരു കാറ് റോഡിലൂടെ പോകുന്നുണ്ട് എങ്ങനെ പറയും? റെഡ് കാർ റോഡിലൂടെ പോകുന്നുണ്ട് എന്ന് പറയാൻ എങ്ങനെ പറയണം? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ഒന്ന് കൂട്ടുകാർ വായിച്ചേ. വേർ ഈസ് ദ കാർ ഗോയിങ്? വേർ ഈസ് ദ കാർ ഗോയിങ്? ഏതിലൂടെയാണ് കാറ് പോകുന്നത്? ഏതിലൂടെയാണ്? റോഡിലൂടെയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ഒന്ന് പറഞ്ഞേ. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ടേക്ക് ദ പേജ് നമ്പർ 12. കൂട്ടുകാർ ഇനി അടുത്ത പേജ് എടുത്തേ. പേജ് നമ്പർ 12 എടുത്തല്ലോ. ലുക്ക് അറ്റ് ദ പിക്ചർ. നിങ്ങൾ ചിത്രം കണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ആ ചിത്രത്തിലുള്ളത്? ഹെന്നുണ്ട്. പിന്നെയോ? ട്രാഫിക് പോലീസ് ഉണ്ട്. പിന്നെയോ? നെക്സ്റ്റ് ബസ്. കാര്യമായിട്ട് വലുതാക്കി കാണിക്കുക എന്താണ് പ്രത്യേകിച്ച്? ബസ് ഉണ്ട് അല്ലേ? വാട്ട്സ് ദ കളർ ഓഫ് ദ ബസ്? ബ്ലൂ. ദാറ്റ് ഇസ് എ ബ്ലൂ ബസ് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ എന്താണ് എഴുതിയിട്ടുള്ള? ബ്ലൂ ബസ് എന്തോ പറയുന്നുണ്ട് അല്ലേ? നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു എന്ത്? ഐ ആം എ ബസ്, ഐ ആം എ ബസ്, ഹോങ് ഹോങ് ബസ്. പിന്നെന്താണ്? ഐ ആം എ ബസ്, ഐ ആം എ ബിഗ് ബസ് പറഞ്ഞു. പിന്നെ ബ്ലൂ ബസ് എന്ന് പറഞ്ഞു. ഇപ്പം എന്താ ബസ് പറയുന്നത്? എന്താ നോക്കട്ടോ. ഐ ഹാവ് എ ഹോൺ. എന്താണ്? ഐ ഹാവ് എ ഹോൺ. എന്താണ്? എനിക്കൊരു ഹോൺ ഉണ്ട് എന്നാ പറഞ്ഞത്. കണ്ടോ? ബസ്സിൻ്റെ സൈഡിൽ കണ്ടോ? വലിയൊരു ഹോൺ കണ്ടോ? വാട്ട്സ് ദ കളർ ഓഫ് ദ ഹോൺ? എന്താണ് ഹോണിൻ്റെ കളറ്? യെല്ലോ. യെല്ലോ നിറത്തിലൊരു ഹോൺ ഉണ്ട്. ബസ് എന്താ പറഞ്ഞത്? ഹോങ് ഹോങ് ഹോൺ. എൻ്റെ ഹോൺ എന്താണ്? ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട് എന്ന്. ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. എന്താണ് ഹോങ് ഹോങ് ഹോൺ? ഒന്ന് പറഞ്ഞേ. എന്താ ബസ് പറഞ്ഞേ? ഐ ഹാവ് എ ഹോൺ. ഐ ഹാവ് എ ഹോൺ. എങ്ങനെയാണ്? ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. അപ്പം നമ്മൾ വായിക്കാൻ പഠിച്ചു അല്ലേ? ബസ് എന്താണ്? എനിക്ക് ഹോൺ ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞത്? ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. ഹോണിൻ്റെ സൗണ്ട് എന്തായിരുന്നു? ഹോങ് ഹോങ്. അപ്പം നമ്മൾ താഴെ നോക്കുക. താഴെ എന്താ എഴുതിയിട്ടുള്ളത്? ദ ബസ് ആസ് എ ഹോൺ. ബസ്സിന് എന്തുണ്ട് എന്നാ പറഞ്ഞത്? ഹാസ് എ ഹോൺ. നമ്മൾ ബസ് എന്ത് പറഞ്ഞു? എനിക്കൊരു ഹോൺ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഐ ഹാവ് എന്ന് വെച്ചിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയുമ്പോൾ എന്താണ്? ബസ്സിനൊരു ഹോൺ ഉണ്ട് നമ്മൾ പറയുന്നത്, ബസ്സല്ല പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയണം? ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് ഒരു ഹോൺ ഉണ്ട്. ഇറ്റ് സൗണ്ട്. അതിൻ്റെ സൗണ്ട് എന്തായിരുന്നു? ഹോങ് ഹോങ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കാം. ഇത് ഒന്ന് വായിക്കാൻ പഠിച്ചു നോക്കാം അല്ലേ? ദ ബസ് ഹാസ് എ ഹോൺ. ഇറ്റ് സൗണ്ട് ഹോങ് ഹോങ്. ഇനി ഒന്ന് വായിച്ചു നോക്ക്. പ്ലീസ് റീഡ് ഇറ്റ്. The bus has a horn. It sounds honk honk. Does the bus have only a horn? എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബസ്സിന് ഒരു ഹോണ് മാത്രമേ ഉള്ളൂ. വേറെ എന്തൊക്കെയുണ്ട്? ലൈറ്റ്, ദെൻ വീല്, ദെൻ പിന്നെന്താ ഉള്ളത്? സീറ്റ്,
ഒക്കെ ഉണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ്, കൂട്ടുകാരൻ നമ്പർ പ്ലേറ്റ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ കൂട്ടുകാരൻ എന്ത് വേണം? ഈ പേജുകൾ ഒന്ന് നന്നായി വായിക്കാൻ ശ്രമിച്ച് നോക്കുക. ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ പ്ലേ ചെയ്യുക. 2 പ്രാവശ്യമെങ്കിലും വീഡിയോ കാണാൻ, എന്നാലേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ കൂടെ ഒന്നുകൂടെ വായിച്ച് നോക്ക് കേട്ടോ. ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. ദ ബസ് ഹാസ് എ ഹോൺ, ഇറ്റ് സൗണ്ട് ഹോങ് ഹോങ്. വാട്ട്സ് ദ സൗണ്ട് ഓഫ് ദ ബസ്? ഹോങ് ഹോങ് അല്ലേ? അപ്പോൾ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഒന്ന് വായിച്ച് നന്നായി പഠിക്കുക കേട്ടോ.